തിങ്കളാഴ്ച ദിവസവും ദേവദൂതന് ഒരു വ്യത്യാസവുമില്ലാതെ ബോക്സ് ഓഫീസിൽ തുടരുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏർലി എസ്റ്റിമേറ്റഡ് റിപ്പോർട്ട് പ്രകാരം 25 ലക്ഷം മൺഡേ ദിവസം നേടിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വന്നു. യഥാർത്ഥ കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. സൂപ്പർ ഹോൾഡ് ആണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിലനിർത്തുന്നത്. ഏതാണ്ട് ആദ്യ ദിവസത്തിന്റെ ഈക്വൽ കളക്ഷൻ തന്നെയാണ് ഈ തിങ്കളാഴ്ച ദിവസവും ദേവദൂതൻ സ്വന്തമാക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ഒരു റിപ്പോർട്ട്. ചിത്രത്തിന്റെ ഹൈ ഡിമാൻഡ് കാരണം രാഗം തിയേറ്റർ അടക്കം പ്രൈം ടൈമിൽ ഷോകൾ നടത്തുന്നുണ്ട്. നാളെ മുതൽ 6:30 PM ആ പ്രൈം ടൈം ഷോകൾ നടക്കുന്നത്. ഇത്രയ്ക്ക് വലിയ ഡിമാൻഡുകൾ കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചില ബോക്സ് ഓഫീസ് കണക്കുകൾ കൂടി വരികയാണ്. ഇന്നത്തെ ദിവസത്തെ യഥാർത്ഥ കണക്കുകൾ ഉടൻ തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടും. 24 വർഷത്തിന് ശേഷം വീണ്ടും ദേവദൂതൻ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ മികച്ച സ്വീകരണമാണ് സിനിമാ പ്രേമികൾ നൽകുന്നത്. ഒരിക്കൽ പരാജയപ്പെട്ട ചിത്രത്തിന് ഇക്കുറി മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതും. സിനിമ ഇതിനകം കേരളത്തിൽ നിന്നും മാത്രം 1.20 കോടിക്ക് മുകളിലാണ് നേടിയത് എന്ന റിപ്പോർട്ടുകൾ ഇന്നേ ദിവസം ട്രേഡ് അനലിസ്റ്റുകൾ നൽകിയിരുന്നു. ആദ്യ ദിനത്തിൽ 56 തിയേറ്ററിൽ മാത്രം പ്രദർശിപ്പിച്ച സിനിമ പ്രേക്ഷകരുടെ ആവശ്യം മൂലം ഇപ്പോൾ 100 തിയേറ്ററിലാണ് പ്രദർശിപ്പിക്കുന്നത്. ശബ്ദമിശ്രണത്തിൽ മികവ് വരുത്തിയും സിനിമയിലെ ചില ഭാഗങ്ങൾ വെട്ടി 34 മിനിറ്റായി ചുരുക്കിയുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയ പുതിയ സിനിമ പോലെ തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന പ്രതീതി നൽകി എന്നാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ച വിദ്യാസാഗർ പോലും പുതിയ സിനിമ കണ്ടിട്ട് അഭിപ്രായപ്പെട്ടത്. 24 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് കരുതിയില്ലെന്ന് സിബി മലയിലും പറഞ്ഞു. ഈ സിനിമ റിലീസ് ചെയ്യുന്നു, അതിൽ കോടി ക്ലബ്ബൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ചുപേര് മാത്രം ദേവദൂതൻ കണ്ടു മടങ്ങുമെന്നാണ് കരുതിയത്. എന്നാൽ ഓൺലൈൻ പ്രീ ബുക്കിംഗ് കണ്ട് തങ്ങൾ ഞെട്ടിപ്പോയെന്നും സിബി മലയിൽ പറയുകയുണ്ടായി. അതുപോലെ നിരവധി മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് സിബി മലയിൽ അടക്കമുള്ള അണിയറ പ്രവർത്തകർ എത്തിയതും ഇന്നേ ദിവസം കൗതുകം നിറയ്ക്കുന്ന കാഴ്ചയായി മാറിയിരുന്നു. 25 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. അതിനൊപ്പം തന്നെ ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരെ കൂട്ടിക്കൊണ്ട് അന്ന് കണ്ട തലമുറ കൂടി എത്തുന്നുണ്ട്. ആ മികച്ച അനുഭവം ഒന്നുകൂടി കാണാൻ വേണ്ടി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സിബി മലയിൽ വാർത്താ മാധ്യമങ്ങളിൽ എത്തിയതും മോഹൻലാൽ ഇന്ന് ഈ സിനിമ കാണുമെന്നും പറഞ്ഞിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ ചിത്രം ഇത്രയും കാലം പ്രേക്ഷകർ കൊണ്ടു നടക്കാൻ കാരണം വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകന്റെ ആ മാജിക് തന്നെയാണ്. അതാണ് ഇത്രയും നാളും പ്രേക്ഷകരുടെ ഉള്ളിൽ ആ ദേവദൂതൻ ഒരു വിസ്മയം പോലെ കത്തി നിൽക്കാൻ കാരണം. ആ കാര്യങ്ങൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ്. അതിന്റെയൊക്കെ പ്രകടനമാണ് ബോക്സ് ഓഫീസിൽ ദേവദൂതൻ കാണിക്കുന്നതും. ഇന്നേ ദിവസം ഗംഭീര റെസ്പോൺസ് കിട്ടുമ്പോൾ ചിത്രത്തിന്റെ ഓരോ ദിവസവുമുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടി പങ്കുവച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. 226 ഷോകളിൽ നിന്നും ദേവദൂതൻ ഇന്നേ ദിവസം ഏകദേശം 25 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ നേടിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇന്നത്തെ ഷോകൾ അവസാനിച്ചിട്ടില്ല. ഇനിയും ആ കണക്കുകളിൽ വർധനമുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുടനെ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടും.